അസീസിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ക്ലാര, വിശുദ്ധ ഫ്രാൻസിസ് അസിയുടെ സുവിശേഷ ദർശനത്താലും പുണ്യാഭ്യാസങ്ങളാലും ദൈവസ്നേഹത്താലും ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തെ അനുഗമിച്ച് വിശുദ്ധ ജീവിതത്തെ പുലുകുകയും ദാരിദ്ര്യവ്രതം സ്വീകരിക്കുകയും ചെയ്തവളായിരുന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾക്ക് വിവാഹാലോചനകൾ ഏറെ വന്ന സമയത്തായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിയുടെ പ്രഭാഷണത്തിന്റെ സ്വാധീനത്തിൽ അവൾ തന്റെ മണവാളനായി ക്രിസ്തുവിനെ സ്വീകരിച്ചത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ദേവാലയ നിർമ്മാണത്തിലും മറ്റു പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പങ്കുചേർന്ന അവൾ 18-ാം വയസ്സിൽ 1212 മാർച്ചിലെ ഓശാന ഞായറാഴ്ച വീട്ടിൽ നിന്ന് പോഴ്സിംഗുള്ള ദേവാലയത്തിലേക്ക് ഒളിച്ചു പോകുകയും അവിടെ വെച്ച് തന്റെ വിശേഷ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിയുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവളുടെ മുടി മുറിച്ചു കളയുകയും അവൾ ശിരോവസ്ത്രം സ്വീകരിക്കുകയും വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. അവളെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ച വീട്ടുകാർക്ക് തന്റെ മുടി കാട്ടിക്കൊടുത്ത ശേഷം തന്റെ വ്രതവാഗ്ദാനത്തെപ്പറ്റി പറഞ്ഞ അവൾ സാൻ ഡമിയാനോ ദേവാലയത്തിനടുത്ത് ഒരു ചെറിയ ഭവനത്തിൽ താമസം ആരംഭിച്ചു. അവളെ അനുകരിച്ച് അവൾക്കൊപ്പം മറ്റ് സഹോദരിമാരും അവിടെ താമസമാക്കുകയും ദരിദ്ര ക്ലാര സഭയ്ക്ക് അങ്ങനെ ആരംഭം കുറിക്കുകയും ചെയ്തു. ദാരിദ്ര്യത്തിലും മാംസവർജനത്തിലും പ്രായശ്ചിത്തത്തിലും വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ച് കർശന നിയമങ്ങൾ പാലിച്ചു ജീവിച്ച ക്ലാര സഹോദരിമാരുടെ മഠത്തിൽ ഒരിക്കൽ സാരസൻ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായപ്പോൾ വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യം അവർക്ക് നേരെ ഉയർത്തിയതായും തൽക്ഷണം അവർ ഭയന്നോടിയതായും ചരിത്രം പറയുന്നു. ഒരു ക്രിസ്മസ് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ രോഗാവസ്ഥ അനുവദിക്കാതിരുന്ന വേളയിൽ അസീസിയിലെ ബസിലിക്കയിലെ ദിവ്യബലിയിൽ തന്റെ റൂമിലിരുന്ന് പങ്കെടുക്കാൻ അവൾക്ക് അവസരമൊരുക്കിയ ദൈവപ്രവൃത്തിയെ അനുസ്മരിച്ച് പിയൂസ് 12-ാമൻ പാപ്പ അവളെ ടെലിവിഷന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയുണ്ടായി. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ദരിദ്രനായിരുന്ന യേശുവിനെ അനുഗമിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ആരാമത്തിലെ ആ സുന്ദര പുഷ്പം 59-ാം വയസ്സിൽ ശാന്തമായി ഭൂമിയിൽ അടർന്നു വീണു.